നമസ്കാരം. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ രാഹുൽ ഗാന്ധി ക്യാമ്പ് രാഹുലിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയെയും ഭർത്താവ് റോബർട്ട് വാദ്രയെയും പാർട്ടിയിൽ ഒതുക്കി എന്നുള്ള പരിഹാസവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഉത്തർപ്രദേശിൽ റോബർട്ട് വാദ്ര തനിക്ക് വലിയ ജനപ്രീതി ഉണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തിയെങ്കിലും പാർട്ടിയിലെ രാഹുൽ ക്യാമ്പ് വാദ്രയെ ഒതുക്കുകയായിരുന്നു എന്നാണ് ബിജെപിയുടെ IT സെൽ മേധാവിയായ അമിത് മാളവ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വാദ്ര തനിക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ട്, അമേഠിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്, അമേഠിക്കാർ താൻ അവിടെ മത്സരിക്കണം എന്ന തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു തുടങ്ങിയ വാദങ്ങളുമായി രംഗത്തെത്തിയിരുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം അത് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത്. ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയെയാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. എന്തായാലും വാദ്ര ഉടൻ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ മത്സരിക്കുമെന്നാണ് അമിത് മാളവ്യ പറയുന്നത്. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അമിത് മാളവ്യയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. അമേഠിയിൽ തനിക്ക് വലിയ ജനപ്രീതി ഉണ്ട് എന്ന് അവകാശപ്പെട്ടിട്ടും സീറ്റിനായി അവഗണിക്കപ്പെട്ട റോബർട്ട് വാദ്രയ്ക്കായി ഒരു നിമിഷം മാറ്റിവെക്കൂ. രാഹുൽ ഗാന്ധി ക്യാമ്പ് ആസൂത്രിതമായി തന്നെ പ്രിയങ്ക ഗാന്ധിയെയും അവരുടെ ഭർത്താവിനെയും കോൺഗ്രസിൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. വാദ്ര കോൺഗ്രസിനെതിരെ മത്സരിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി പാർട്ടിക്കെതിരെയുള്ള ഒരു വിമതയായി വളർന്നു വരും എന്നുമാണ് അമിത് മാളവ്യ പറയുന്നത്. അമേഠിയിൽ താൻ ജനപ്രിയനാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് വാദ്ര രംഗത്തെത്തിയത് കഴിഞ്ഞ മാസമായിരുന്നു. സജീവമായ രാഷ്ട്രീയത്തിലേക്ക് താൻ വരണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കൽ കൂടിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ കോൺഗ്രസ് പാർട്ടി ഇതൊക്കെ തള്ളിക്കളയുകയായിരുന്നു. ഇതിന് പിന്നിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ രാഹുൽ ക്യാമ്പാണ് എന്ന് തന്നെയാണ് അമിത് മാളവ്യ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും മാളവ്യയുടെ വിമർശനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ടോ എന്നുള്ള വലിയ ആശങ്ക കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ നേതാക്കൾക്കിടയിലും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്തേക്കില്ല, അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് അവരുടെ ഭർത്താവിനെയും കോൺഗ്രസ് തടഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. BJP അത് പരസ്യമായി തന്നെ രാഷ്ട്രീയ ആയുധമാക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.